ഹലോ ഗൈസ്, ഇന്ന് ഓഗസ്റ്റ് 14, നാളെ 15. വാവയുടെ ബർത്ത്ഡേ നാളെയാണ്. സംഭവം നമ്മളിപ്പോ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. വാവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. വാവയ്ക്ക് ഇന്ന് ഡിസ്ചാർജ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലൊന്നും വാവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പനിയും ശ്വാസമുട്ടല് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നോണ്ട് നമ്മളിപ്പോ അവരെ ഹോസ്പിറ്റലിൽ എടുക്കാം. 5 ദിവസമായി അവ അഡ്മിറ്റ് ആയിട്ട്. വിളിച്ചപ്പോ അവന്റെ അടുത്ത് പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് നിനക്ക് സർപ്രൈസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അവ അതിന്റെ വിശപ്പത്തിൽ കൂടെ കിടക്കുന്നു. അപ്പൊ നമുക്ക് അവന് സർപ്രൈസ് കൊടുക്കാം. നമുക്ക് പോയി നോക്കാം. ഇവൻ നമ്മളെക്കാളും വലിയ പുലിയാണ്. നാളെ ആർക്കോ ബർത്ത്ഡേ. മാവയ്ക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. ലാസ്റ്റ് കിടന്നപ്പോ ആരും സർപ്രൈസ് തരത്തില്ല. ഇല്ല, നാളെ ബർത്ത്ഡേ. നമ്മ വീഡിയോ ഒക്കെ എടുക്കണ്ടേ? സൈക്കിൾ വീട്ടിലിരിക്കാനാണ്. ഓരോ ബർത്ത്ഡേക്ക് ഓരോ സൈക്കിളോടെ കൈ പോലെ ഇരിക്കുന്ന ഇതൊക്കെ ഇപ്പൊ ഇഞ്ചക്ഷൻ വെച്ചിട്ട് തന്നെ പോണം. അത് അതിന് മുന്നേ റിസ്കോ വെക്കൂല. നോക്കട അവിടെ എടുത്ത് മാറ്റിയാന്ന് നോക്കണേ. അവൻ നേരത്തെ നന്നായിട്ടുണ്ട്. ഒരു വട്ടം കരഞ്ഞുകൊണ്ട് അവൻ ഇച്ചിരി നാണക്കേട്. നാളെ ബർത്ത്ഡേ. നാളെ എത്ര വയസ്സാവും അവക്ക്? 7 വയസ്സാ? 1 വയസ്സാ? അവന്റെ കൈ. നാളെ കേക്ക് ഇങ്ങനെ വെട്ടും. അപ്പൊ നീ ഇങ്ങനെ വെട്ടണം. അപ്പൊ നീ ഇങ്ങനെ പിടിക്കണം. അവക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഈ കൈ വെച്ച് വെട്ട് വന്ന എന്താണോ അവൻ ഇങ്ങനെ സൈക്കിൾ എടുത്ത് ഓട്ടിക്കണ്. ഇപ്പൊ എവിടെയാണ് കൈവേദന? ഇപ്പൊ എവിടെയാണ് കൈവേദന? സെയിം ആണ്. അനുച്ചാണ്ട ഫുഡ് കണ്ടപ്പോ കയ്യിലുള്ള ഊരി കഴിച്ചായി. അവനെ എല്ലാം സൈക്കിൾ എടുത്ത് തുടങ്ങിയേ. അത് വന്ന് നേരെ പോയി സൈക്കിൾ എടുക്കണമേ. ട്രിക്ക് Hey guys, welcome back to YouTube channel. എന്താണ് പ്രത്യേകത? ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നത്തെ സ്പെഷ്യാലിറ്റി പറ. ഇന്നെന്തോന്ന്? ജൂനിയർ സുൽത്താന്റെ ബർത്ത്ഡേ ആണ്. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. എത്ര വയസ്സായി? ബാവയ്ക്കറിയാം. ബാവയ്ക്ക് എത്ര വയസ്സായി? 6 or 7? അയ്യോ 7. 6 അല്ലേ? നീ ജനിച്ചിട്ട് എത്ര വർഷമായി? ഇല്ല, ഞാൻ പറഞ്ഞു വാവ നീ എപ്പ ജനിച്ചു? ഞാൻ കുഞ്ഞായിരുന്നപ്പോ ജനിച്ചെന്ന്. എന്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ ജനിച്ചു. പിന്നെ എങ്ങനെ ജനിക്കാൻ വേണ്ടി? നീ എങ്ങനെ ജനിച്ചു? പിന്നെ എന്റെ അമ്മേന്റെ ബാബയ്ക്ക് ബർത്ത്ഡേ എന്താണ് ആൾക്കാരോട് പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ട പാടിയത്. ഇൻഡിപെൻഡൻസ് ഡേ കൊടിയും പിടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. അവിടെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വരണമെന്ന് പറഞ്ഞു കേക്ക് കെട്ടാൻ വേണ്ടിട്ട്. കേക്ക് വെട്ടുന്ന സമയം അമ്മ വിളിച്ചു. ആരൊക്കെ വരുന്നത്? പേര് പറ. നാഗയും യുവചേച്ചിയും ബ്രോ ഗേൾസ് വേണ്ട ബ്രോ. ഗേൾസ് വേണ്ട ബ്രോ. നീ അനന്ത് വെച്ചാൽ അടുത്തിരുത്തിട്ട് ഗേൾസിനെ വിളിച്ച് അടുത്ത ആളെ കൊണ്ടല്ലോ. ചേച്ചിന്റെ പെണ്ണ് ആ കല്യാണത്തിൽ
അടുത്ത പെണ്ണ് കല്യാണത്തിന് നിങ്ങൾ ആരാന്ന് കണ്ടുപിടിക്കണം guys. Pressure ആണ്. ഇന്നൊരു ദിവസം ക്രൂഷ്യലാണ് അവന്. അന്ന് ഒരു ദിവസം ചേച്ചി എന്നപ്പോ വട്ടത്തിലും ആയി. അഭിയചാചനെ കുറിച്ച് എന്താ പറയുന്നത്? വയറ്റിൽ വാവയുന്ന Okay guys, next video soon. അബിൻ അച്ഛനാവുന്നു. സോറി അമ്മയാവുന്നു. അതെ അന്തു ചേച്ചി എപ്പോഴും സിറ്റിയിൽ പോണ എന്തിനാ? അതൊരു ചേച്ചിനെ കാണാനല്ലേ? അത് പറഞ്ഞോളൂ. അന്താ ചേച്ചി എപ്പോഴും സിറ്റിയിൽ പോകുമ്പോ ചേച്ചി വരുമ്പോ ഉമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബാക്കി പറയാവേ. ഇനി ബാക്കി പറയണം. പിള്ള മനസ്സിൽ കള്ളല്ല കള്ളല്ല കുത്തിക്കേറ്റി ഈ ബട്ടക്സിന് ഉമ്മ ഉമ്മേല കൊടുത്ത് പ്രഗ്നന്റ് ബ്രോ കുഴപ്പമില്ല. ചേച്ചി അഭിചാരി ഇങ്ങനെ കല്യാണത്തിന് മൂത്രമാറ്റം പോയി ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇവര് പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. തെറ്റാണ്. അപ്പൊ ഗൈസ് വാവയുടെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് വാവയ്ക്ക് ഒരു വമ്പ ഓഫർ കൊടുക്കാൻ പോകുന്നു. ഇവന് പറയണ മനസ്സിലാവോ എന്തോന്ന് അറിഞ്ഞൂടാ. അത് വേറെ കാര്യം. അതായത് വാവയ്ക്ക് 1 2 3 4 5 6 ആഗ്രഹം പറയാം. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം മനസ്സിലായി. ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹം ആവ പറ. അതെല്ലാം ഓരോരുത്തർ സാധിച്ചു തരും. എന്ത് ചെയ്യണം, എവിടെ പോണം, എന്ത് വേണം, അതൊക്കെ ഞങ്ങളടുത്ത് 6 പേരെടുത്ത് 6 കാര്യമായിട്ട് പറയണം. അതെല്ലാം ഞങ്ങൾ നിനക്ക് സാധിച്ചു തരും. അപ്പൊ ഗൈസ് ഇപ്പൊ തൽക്കാലത്തേക്ക് ആനി ഇല്ല. ആനി വരും. ആനി കുറച്ച് ബിസിയാണ്. അപ്പൊ ആനി കുറച്ച് നമ്മളോട് ജോയിൻ ചെയ്യുന്നതാണ് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. 6 വയസ്സായതുകൊണ്ട് 6 ആഗ്രഹങ്ങൾ. ഓ ഉള്ള കാര്യമല്ലേ ഇന്ന് നമ്മൾ കാര്യം മനസ്സിലായി എന്തോന്ന് മനസ്സിലായി 6 ആഗ്രഹം സർപ്രൈസ്. നിനക്ക് 6 സാധനം വാങ്ങിക്കാം, 6 സ്ഥലത്ത് പോവാം, എന്തുവേണേലും ചെയ്യാം, എന്തുവേണേലും പറയാം. ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും വേണമെങ്കിൽ അഭിഷേക് അടുത്ത് പറ. ഇതുപോലെ എല്ലായിടത്തും പറയണേ. എനിക്ക് ലില്ലും വലി പോണം. കരതാരിൽ കരുതിയേറിയും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ ഒരു കാറ്റിലുമായി കലരാതെ. ഗൈസ് അങ്ങനെ വാവയുടെ ഫസ്റ്റത്തെ ആഗ്രഹം നമ്മൾ സാധിച്ചു. നമ്മൾ ലുല്ലൂരിൽ എത്തിയിട്ടുണ്ട്. അബിൻ ചേട്ടന്റെ ആഗ്രഹം അബിൻ ചേട്ടൻ സാധിച്ചു തന്നിട്ടുണ്ട്. അടുത്ത ആരാണ്? വലിയൊരു ആഗ്രഹം പറയാവേ. ഒരു കപ്പൽ വേണം. 2 ഷഡ് വിറ്റിട്ട് എനിക്കൊരു ക്ലേ വേണം. മാഞ്ചനാണ് അച്ഛൻ മാഞ്ച. എന്റെ അടുത്ത് ഇവൻ ക്ലേ ആണ് ചോദിച്ചത്. അപ്പൊ ഇവന് ഞാൻ ക്ലേ ആണ് എടുത്തു കൊടുക്കാൻ വന്നിട്ട്. ഇഷ്ടപ്പെട്ട ക്ലേ എടുത്തോ. ക്ലേ വേണോ അഭിനച്ചാൻ തലയിലിരിക്കുന്ന ക്ലേ വേണോ? ഇത് മതിയാ കിട്ടി. ഇത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ക്ലേ സ്റ്റുഡിയോന്റെ അകത്ത് എവിടെയെങ്കിലും ഒട്ടിയിരിക്കുന്ന കണ്ട ഒരു ടൈമിൽ സ്റ്റുഡിയോക്കകത്ത് കേറാൻ പറ്റത്തില്ല. സോഫയിലടി ഫുൾ ഇവന്റെ ടോയ്സ്. ചെറിയ ചെറിയ കാറ് വാങ്ങിച്ചു കൊടുത്താൽ അത് ഇടയിലിരിക്കും. ഒന്നില്ലാതെ കയ്യിൽ വന്ന മുകളിൽ അച്ഛൻ്റെ അടുത്ത് ആഗ്രഹം പ്രാവക്ക് എന്തോന്ന് വേണം, എവിടെ പോണം, എവിടെ പോണം? ചെറുതായിട്ട് ചെരുപ്പാ. ക്രോക്സ് കാറാ പറഞ്ഞെന്ന്. ഓടാ ക്രോക്സ് നീ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ക്ലോസ് ആയോ? ക്ലോസ് ആയോ?
ഈ സൈസ് എടുക്കാം, ഈ സൈസ് അച്ഛൻ ഇഷ്ടപ്പെട്ടാ ഇത്? എടുക്ക്. കറക്റ്റ് തന്നെ. ഓക്കെ ക്രോക്സ്. ഞാൻ ഒരു ഷൂ ആണ് പ്രതീക്ഷിച്ചത്. നോ ഷൂസ്. ഇഷ്ടമുള്ള എടുക്ക്. അവിടെ ക്രോക്സ്. ഷൂ ഇട്ടിട്ട് പോന്നാ ക്രോക്സ് ഇട്ടിട്ട് പോന്നാ? എന്റെ 10 നിങ്ങളൊന്ന് വാങ്ങിച്ചെന്നാ അതിൽ ഒന്ന് തന്നെ ഇരിക്കണം. ബാക്കി എവിടെ പോയി? എല്ലാം പോയി. എങ്ങനെ? എന്തോ നഷ്ടം വാവയ്ക്ക് ഉള്ളപ്പോ നോക്കിയോ 10 വർഷം കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും. ഇന്ന് 2 എനിക്ക് തരണേ. ഇപ്പഴേ തന്നായി. അവിടെ സ്നേഹം കണ്ട എനിക്ക് ഇപ്പഴേ തന്നായി. കുട്ടി ക്രോക്സ് നിങ്ങൾ എനിക്ക് വാങ്ങി തരുമെങ്കിൽ മാത്രം വീഡിയോ എടുത്താൽ മതി. 10 സെക്കൻഡ്. 1 2 വാ എടുത്തു വാ. 10 സെക്കൻഡ്. ഇഷ്ടപ്പെട്ടല്ല? കുറച്ച് തല്ലേ നോക്കി ഇല്ല 10 സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 5 സെക്കൻഡ് തരുമോ? ചേച്ചി ക്രോക്സ് ഇല്ലേ? സീരിയസ് ആയിട്ട് ക്രോക്സ് ഇല്ലേ? ഒരെണ്ണം പെട്ടെന്ന് 10-15 സെക്കൻഡ്. ഇഷ്ടപ്പെട്ടല്ല? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. ഓക്കെ കൊള്ളല്ല. കറക്റ്റ് ഡിസൈൻ ചെയ്തില്ലേ? താങ്ക്സ് ഗൈസ്. അന്ന് ഇതില്ലേ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞ അച്ഛൻ ഓർമ്മ ഉണ്ടോ? ഒരു ദിവസം നമ്മൾ അനന്ത് വെച്ചാൽ വാങ്ങിക്കേണ്ടിരുന്നപ്പോ അച്ഛൻ പറഞ്ഞു വാവയ്ക്ക് ബർത്ത്ഡേ വാങ്ങിച്ചു തരാമെന്ന് ഓർമ്മ ഉണ്ടാ? കല്യാണം ആയോണ്ട് ലവ്. അവയ്ക്ക് ഒരു ഷൂ എടുക്കാണ്ടി എന്ന് പറഞ്ഞു. ഇപ്പൊ എത്രയോ ഷൂ എടുത്ത് ഇവിടുന്ന്. എനിക്കിത് നന്ദി. വീണ്ടും വരാം. എന്റെ ഐഡിയ ആയി പോയി. ചേച്ചിയുടെ ആഗ്രഹം പറ. എവിടെയെങ്കിലും പോകണോ? എന്തെങ്കിലും സാധനം വേണോ? എന്തെങ്കിലും പറ. സ്കൂട്ടറിൽ കൊണ്ടുപോകാനാണോ പറഞ്ഞത്? സ്കൂട്ടർ വേണോ സ്കൂട്ടിയിൽ കൊണ്ടുപോകണോ? സ്കൂട്ടർ വേണോ? ലുലുമാൾ ക്ലേ ഒരു ചപ്പല് ഒരു സ്കൂട്ടർ. അവനറിയാം ഞാൻ വേറെ ലെവലാണ്. വലിയ സാധനമാണ്. നീ ആനയും കൂടെ ഷെയർ ചെയ്ത് വാങ്ങിച്ചാൽ മതി. വലിയ സാധനമായിട്ട് ഞാൻ അതിന്റെ തലേന്ന് കുറച്ച് എടുത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ നില്ല് വെച്ച് തിരിയണേ. ക്ലേ എന്ന് പറയാൻ മാമ വലിയ ബക്കറ്റിലല്ലേ ക്ലേ ഉദ്ദേശിച്ചത്? നിറയെ വലിയ വീടുണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ജിത്തുവിന്റെ ബുദ്ധി കൂടെ എടുക്കേണ്ടി വരുമല്ലേ? അവിടെ ഇരിക്കാല്ലേ എല്ലാം പൊതിഞ്ഞേറ്റി വെച്ചിരിക്കുന്നു. ചാക്കില് പൊതിഞ്ഞേറ്റി വെച്ചിരിക്കണല്ലേ ബാക്കില്. ഗൈസ്, ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ പോകുന്നു. ഞങ്ങൾ ബൈക്ക് വാങ്ങാൻ വന്നു. ഇനി അവൻ ഏത് തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. എന്തിനാ ബൈക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള കട. ഞാൻ നേരത്തെ ഒരു സാധനം വാങ്ങിച്ചു ചോദിക്കുമായിരുന്നു. ഒരു ചലഞ്ച് എടുത്താലോ? ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോ ഒരു കൈ തൊടുമ്പോ നമ്മൾ കൊറേ സാധനങ്ങളുണ്ട്. ഈ സ്കൂട്ടറാ ഉദ്ദേശിച്ചത്? മറ്റേ ബൈക്കല്ലേ? ഏത് വേണം? ഏത് വേണം? ഏത് കാണുന്നില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇത് വേണോ ഒരൊറ്റ മൈൻഡ്. ഇത് വേണോ ഞാൻ ഇപ്പൊ മൈൻഡ് നോക്കി. സൂപ്പർമാന്റെ ഡ്രസ് ചുവപ്പ് കളറല്ലേ? ചുവപ്പ് കളറിട്ട് ചുവപ്പിലല്ലേ പോകുന്നത്? ബർത്ത്ഡേ ആർക്കട ഇവൻ പറഞ്ഞു ഇത് വാങ്ങാം. സ്പൈഡർമാൻ കണ്ടോ? അച്ഛന്റെ ഐഡിയയിൽ ഇത് വാങ്ങണം. ഫൺ ഓഫ് ദ പോയിന്റ് എന്ന് അറിയോ? ഇതെല്ലാം മേടിച്ചു വെക്കണം. നിങ്ങൾ രണ്ടുപേരാണ്. ഇതാണോ അവൻ? രണ്ട് വേണേ. ശരിയാവും. നമ്മൾ ഇത് മാത്രം വാങ്ങിയാലോ? ബൈക്ക് അവർ തരൂല.
ബൈക്ക് വാങ്ങിച്ച സ്പൈഡർമാൻ തരൂല. അപ്പൊ എന്തോന്ന് വേണം? ബൈക്ക് മതി. സ്പൈഡർമാൻ അല്ല വേണ്ടത്. ഞാൻ വളർന്നു. അപ്പ അതുകൊണ്ട് ഞാൻ വളർന്നില്ല ഇതുവരേക്ക്. അതുകൊണ്ട് ബൈക്ക് മതി. ബൈക്ക് മതിയാ? അതൊരു കിണ്ണം സാധനം തന്നെ. ഇത് കൊള്ളാം. ഇത് ഇഷ്ടപ്പെട്ടാ? ഇതാണ് അയൺമാൻ. ഇത് അയൺമാൻ. അപ്പം ബൈക്ക് മാത്രം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സാധനങ്ങൾ കൂട്ടല്ലേ? ബൈക്ക് വേണം. ഇത് ഇറക്കിയിട്ട് ഞാൻ ഓട്ടിച്ചാ കിട്ടാ. എന്തോ അവന് ഇപ്പൊ ഓട്ടിച്ച് മടുത്ത ഐസിച്ചിക്ക് ഇനി വരുമല്ലോ. അത് ഞാൻ എല്ലാം കിട്ടും. സ്കൂളിൽ ഇതില് പോവാ. സ്കൂളില് സൈക്കിൾ അതിന് ഇങ്ങനെ അച്ചുമ്പോ കാല് കാണിക്കും. അടവന്റെ ആശ കേട്ടോ. ഇനി നമുക്ക് ആ ബൈക്ക് എടുത്തിട്ട് പോവാം. സ്പൈഡർമാൻ, ഹൾക്ക്, അയൺമാൻ എല്ലാം ബൈക്ക് എനിക്ക് അത് തന്നെ വേണം. അവൻ മനസ്സിൽ ഉറപ്പിച്ചായ അത് ഉണ്ടായിരുന്നു. എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മതിയാ? അതാ ബൈക്ക് വേണോ? മതിയാ? ഇത് മതിയാ? ഇത് മതിയാ? ബൈക്ക് വേണോ? സ്കൂട്ടി? ഇത് മതിയാ? നല്ല മനസ്സിന്റെ ഉടമയാണ് ഞങ്ങളുടെ സ്മിത്ത്. അവൻ എന്ത് ഇഷ്ടപ്പെട്ടെന്ന് നോക്കാം. അവൻ എന്നോട് സാരി ഈ വണ്ടി ഓർമ്മ ഉണ്ട്. നീ അവസാനമായിട്ട് പറ, ഇത് വേണോ ബൈക്ക് വേണോ നിനക്ക്? ഇത് വേണം. കടം മാറ്റി വേറെ സ്ഥലത്ത് അതില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നു വിചാരിക്കാതെ അപ്പുറത്തിരിക്കുന്നത്. ഇത് കണ്ടോണ്ട് ഇത് മതി. ഇത് ഫുള്ള് നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യും. വാവേ ഞങ്ങള് ഇവിടെ നിൽക്കും. വാവ പോയിട്ട് ഇതെല്ലാം കറങ്ങി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തിട്ട് 1 മിനിറ്റിനുള്ളിൽ 1 മിനിറ്റാണ് ടൈം. ഉടനെ റെഡി 1 2 3 സ്റ്റാർട്ട്. നോക്കട്ടെ, ഇത് മതി നിനക്ക്? ഭയങ്കര ഇഷ്ടമാണ് നിനക്കിത്? ഭാഗ്യം പൈസ പറഞ്ഞിട്ട്. എടാ ബർത്ത്ഡേ അല്ലേ, നിനക്ക് മതിയാണോ? ബൈക്ക് വേണ്ടേ? ഈ മങ്കി വേണോ ഈ മങ്കി വേണോ? രണ്ടും ഒരുപോലെ ഏത് വങ്കിയായാലും. ഇത് മതി. ഇത് മതിയാ? ഫിക്സ്. ബില്ലടക്കിട്ടാ. എനിക്ക് ആ ബൈക്ക് ഇവിടെ ഇറക്കിയിട്ട് ഓട്ടിച്ചാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഓ, ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം അല്ലേ? പയ്യെ പോ. ഇത് ഇഷ്ടപ്പെട്ടാ? ഇത് വേണോ അത് വേണോ? ഇതേപോലെ ഇത് മതി. ഇത് മതിയാ? നേരത്തെ എടുത്ത വണ്ടി വേണോ ഇത് വേണോ? ഇത് വേണോ ഇത് വേണോ? ഇത് വേണോ? ഒറ്റ മൈൻഡ്. ഒരു എനിക്ക് ഒന്ന് പറയാം. വേദ വേണം. ഇത് വേണോ ഇത് വേണോ? ഇത് വേണോ? ഉറപ്പിച്ച ഇത് തന്നെ വേണം. ബൈക്ക് വേണോ ട്രക്ക് വേണോ? ബൈക്ക് ബൈക്ക് ആണോ? കൺഫേം കേട്ടാ? വാങ്ങി. മാറ്റിയാ പിന്നെ ബൈക്ക് കിട്ടിയ വേറെ ഒന്നും വാങ്ങിച്ചു തരൂല. സീരിയസ് ആയിട്ട് വാങ്ങിക്കാറില്ല. ശരി, ഇപ്പോഴത്തേക്ക് നീ ഇത് രണ്ടും എടുത്തോ. ഓഫർ. ജോലിക്ക് നിൽക്കുന്ന 2 ദിവസം. ഇത് വേണ്ട. ഇത് ഇത് വേണ്ടേ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. വേണ്ടേ? സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ തരാൻ വിചാരിക്കും. വേണ്ട ഇത്. ഇത് രണ്ടും തരാം. ബാക്കി ഇത് വേണ്ടേ? ഇത് മതി. ബൈക്ക് മാത്രം മതി. ഓക്കെ. ഇതിലൊരു പെട്രോൾ അച്ഛാ പറ്റുവാ. എന്തോന്ന്? പെട്രോള്. പെട്രോൾ ഒഴിക്കാനോ? ഇത് പെട്രോൾ അടിക്കേണ്ട വണ്ടിയല്ല. പെട്രോൾ അല്ല. ജിത്തു ചാന്റെ വണ്ടിയിൽ ചാർജ് ചെയ്തിട്ടില്ല. പെട്രോളിന് 500 രൂപ വെച്ച് അച്ഛന് ഡെയിലി തരും. പെട്രോൾ അടിച്ചു തരുന്നു. മനസ്സിലായോ? 50 രൂപ 50 രൂപ 50 രൂപ പെട്രോൾ അടിച്ചു തരണ്ടേ? 50 രൂപ ഉണ്ടാക്കുമ്പോ ഡെയിലി 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റും. വാവ അച്ഛൻ 50 രൂപ പെട്രോൾ അടിച്ചാൽ വാവ ഇതിൽ മീൻ വാങ്ങാൻ എല്ലാം പൈസ ഉണ്ടാക്കണം. ഓക്കെ എന്റെ ടയർ പോകുമ്പോൾ ജിത്തു ചാൻ 50 രൂപ കൊടുക്കുന്നതിന് മുമ്പ് അഭിചാൻ എടുത്തരണം. അഭിചാൻ കൊടുക്കാവേ. വാങ്ങിച്ചോ. എനിക്ക് മിക്സി അമ്മ മിക്സി വാങ്ങിച്ചിട്ട് നിങ്ങളുടെ എല്ലാം ഞാൻ ഇതിൽ ബില്ലടിക്കാം. എനിക്ക് സ്പേസിൽ എന്തോ ചോദിച്ചു. സ്മർഫിന്റെ കണ്ണാടി. അടുത്ത നിങ്ങൾ എല്ലാരും ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ആണ് നിങ്ങൾ കൈവശം ചെയ്യുന്നത്. ഞാൻ അനന്ത് ചാനൊന്നും എടുത്തില്ല. ഞങ്ങള് ഫ്രണ്ട് കേട്ട ഇമേജിനുണ്ട്. കല്യാണം എന്തിന്? ആവാറായി. എന്നിട്ട് കുപ്പി വേണമോ? സ്പേസ് മനസ്സിലായി എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തരാം, എടുക്കാം, വേണം, കുഴപ്പമില്ല, എടുക്ക്. എനിക്ക് ഞാൻ അവിടെ ഒരു പൊങ്കൽ വിടുന്ന സാധനം കണ്ട് റൈറ്റ്
വലിയ ആഗ്രഹമൊക്കെ പറയാം, കുഴപ്പമില്ല. ചെരുപ്പൊക്കെ പോയില്ലേ ഇപ്പൊ? ഒരു ഉമ്മ തന്നാ മതിയാ. എന്തോന്നാ നല്ല ടേസ്റ്റ് ആയിട്ട് നിന്ന് കഴിക്കണം അവയ്ക്കിപ്പോ. ചോറും ബീഫും. ഓ അമ്മേന്റെ അടുത്ത് പറഞ്ഞ തന്നെ എനിക്ക് KFC കഴിക്കാൻ പറ്റും. അമ്മയുടെ പെർമിഷൻ വാങ്ങിക്കണമെന്ന്. അപ്പൊ അമ്മ പെർമിഷൻ തന്നിട്ട് KFC വേണ്ടേ? വേണ്ടേ? കഴിക്കാൻ വന്നില്ലേ കഴിച്ചെന്താ? ഇന്നലെ ഡിസ്ചാർജ് ആയി വന്നതേ ഉള്ളൂ. ഇത്രയും സമയമായിട്ട് ഇവിടെ നിൽക്കുന്നതേ വലിയ കാര്യം. ഇവന് ഫുഡൊക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ ആദ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ. ഈ പോക്കി തന്നെയല്ല. അമ്മേന്റെ അടുത്ത് പറഞ്ഞാൽ നല്ല മീൻ പൊരിച്ചതും അത് കഴിച്ചല്ലോ, പൊറോട്ട ഒക്കെ ആയിട്ട്. വടിയുണ്ട് ഇവിടെ. എന്ത് വേണം നിനക്ക്? KFC അല്ലെങ്കിൽ വേറെന്ത് വേണം? ബർഗർ അല്ലെങ്കിൽ വേറെന്ത് വേണം? ബർഗർ മണി. അതെന്തോന്നു? ബർഗർ. ഉറക്കെ പറ, ബർഗർ. എല്ലാരും കേൾക്കണം ഇവിടെ, എല്ലാരും പറ. ബർഗർ. അയ്യോ. അമ്മ സമ്മതിച്ച് വാവയ്ക്ക് ബർഗർ മേടിച്ചേരാൻ. അപ്പൊ എനിക്ക് തണുപ്പില്ലാത്ത ജ്യൂസ് വേണം. ജ്യൂസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ജ്യൂസ് ഒന്നും ഇല്ല. ബർഗർ തിന്നെ സന്തോഷമുണ്ടോ? മുഖത്ത് കാണട്ടെ സന്തോഷം. ഒന്ന് ചിരിക്ക്. എന്റെ അടുത്ത് പറഞ്ഞത് ചോറും ബീഫും വേണമെന്നാണ്. പക്ഷെ ഈ ഫോട്ടോ ഇതൊക്കെ എല്ലാം കണ്ടപ്പോ അവന് KFC ബർഗർ ഒക്കെ വേണമെന്ന് പറഞ്ഞു. No, this. ചിരി തന്നെ. ഇവ ഇത്ര കൊതി ഉണ്ടായിരുന്നു. എന്ത് സംഭവം? എന്തിനടി പാവയ്ക്ക് ഷേക്ക് കുടിക്കാൻ പറ്റില്ല. ഈ പ്രായത്തിൽ നമ്മളെ കണ്ട് ചളവ് അടിച്ചു നടന്നിട്ട് നീ ഇപ്പൊ മറ്റെന്ത് ചെയ്തോണ്ട് എനിക്കുള്ള മൂത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മണ്ണ് തന്നോണ്ടിരുന്നു. ആശുപത്രിയൊക്കെ ഇന്നലെ ഡിസ്ചാർജ് ആയി വന്നല്ല. ഇനി ആ ആശുപത്രി സ്കൂളിൽ പോയിക്കോളാം. അഭിനയിച്ചാൽ മതി. അതിന്റെ ആശുപത്രി പോകാം. അപ്പൊ അങ്ങനെയാണ് ഇവൾ അഭിനയിക്കണത് കോളേജിൽ പോകാൻ. ഞാൻ പറയട്ടെ, പണ്ട് ആനിയുടെ ട്രിക്ക് ഉണ്ട്. ഞാൻ വാടക വീട്ടിലായിരുന്നു പണ്ട്. അപ്പൊ ഞാൻ റെഡി ആയിട്ട് ഞാൻ അമ്മ ആനിയുടെ വീട്ടിൽ പോയിട്ട് ആനീനെ എടുത്തിട്ടാണ് സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോയായിരിക്കും ആനിയുടെ സ്വന്തം യൂണിഫോം ഇട്ടിരുന്ന യൂണിഫോം എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ആനിയുടെ അമ്മ ഇട്ടിരുന്ന നനഞ്ഞ യൂണിഫോം സ്കൂളിൽ പറഞ്ഞു. അതാണ് അമ്മ ഇരുന്നവരെ സ്കൂളിൽ കൊണ്ട് വിട്ടു. എന്നാ പറയാനാ, ചെറുപ്പത്തിലേ നിന്റെ അടവ് പഠിച്ചാണ് നിന്റെ അമ്മ. അത് സംഭവം എന്താ, എന്റെ ചേട്ടന്മാര് അതിലും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഓന് സ്കൂളിൽ പോവണ്ട. കേക്ക് കിട്ടിയുണ്ട് അപ്പൊ നിനക്ക്? കേക്ക് കട്ടിയെന്നപ്പോ നിന്റെ ഫ്രണ്ട്സിനൊന്നും വിളിക്കുന്നില്ലേ? ഓരോ പേര് പറഞ്ഞു വിളിക്കും. ആദ്യം അൺബോക്സിംഗ്. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഓ അത് അതിന് മുന്നത്തെ വായിക്ക്. ഹാപ്പി ബർത്ത്ഡേ സ്മിത്ത്. സ്മിത്തിനെ പറ്റി പറ. സ്മിത്തിനെ പറ്റി 2 വാക്ക് പറ. അവനെ പോലെ തന്നെ നോയെ പറ്റി 2 വാക്ക് പറ. വാവ 1ാം ക്ലാസ്സിൽ പോയപ്പോ ഈ നോഹ വാവയുടെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അപ്പൊ വാവ എന്ത് ചെയ്ത് പോയ അമ്മയുടെ പറഞ്ഞെന്ന് എനിക്ക് നോഹയുടെ ക്ലാസ്സിൽ പോണം. ബിസ്ക്കറ്റ് UKG-ൽ നിന്നിട്ട് 1ാം ക്ലാസ്സിലായി. UKG-ൽ ഇവർ ഒരുമിച്ചായിരുന്നു. 1ാം ക്ലാസ്സിൽ ക്ലാസ് മാറിയപ്പോ സ്മിത്തിന് നോഹയുടെ കൂടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് മാറിപ്പോയില്ലേ. വാവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആര്? ബ്രോ അമ്മ വിളിക്കുന്നില്ലേ? ചേട്ടായി കോഫി. അത് കണ്ണു കുത്താതെ ബർത്ത്ഡേ വിഷയം എല്ലാവർക്കും നന്ദി പറ ആദ്യം. അവർക്ക് പറ. എടുത്ത് പറ. നന്ദി. എല്ലാവർക്കും നന്ദി. കേക്ക് കിട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയാണോ നോയാണോ ഇപ്പൊ അറിയാം. വാ ഫസ്റ്റ് ആർക്ക് കൊടുക്കാൻ പോകുന്നു? അമ്മയാണോ നോയാണോ? അപ്പൊ ഇതിനകത്ത് ചോറില്ല, കേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ നിനക്ക് വേണ്ട.
ഞങ്ങളെയൊക്കെ മറന്നില്ലടാ നീ. വാവയുടെ ഫ്രണ്ട് വാവയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. നന്ദന്മാരുടെ എന്തോ പ്രശ്നമുണ്ട്. അവിടെ പോയി പൊട്ടിക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇനി ബാബയുടെ വക മാജിക് ഷോ കാണിക്കാൻ പാലേ मेरे मौला